എല്ലാവർക്കും നമസ്കാരം. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ഒന്ന് കളിച്ച് നോക്കിയാലോ? അതെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ 839 ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2014 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിലെ മുൻവർഷ PSC ചോദ്യപേപ്പറുകളിലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന സബ്ജക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ സബ്ജക്റ്റ് ഏറെക്കുറെ നമ്മൾ ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിലും നമുക്കിതൊന്ന് നേരിട്ടാലോ? രസകരമായ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ തുടങ്ങിയാലോ? ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് 839 ചോദ്യങ്ങൾ 58 പേപ്പറുകളിൽ നിന്നായി. നമ്മളിതുവരെ ഒന്നും കളിച്ചിട്ടില്ല. മിസ്റ്റേക്ക് ബുക്ക് എന്നുണ്ടെന്ന് കാണാം. നമ്മൾ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റി വരുത്തിയാൽ അത് മിസ്റ്റേക്ക് ബുക്കിൽ കയറി കിടന്നോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ക്ലിയർ ചെയ്യാം, വീണ്ടും പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുകയില്ല. 3 രീതികളിൽ നമുക്കിത് കളിക്കാൻ കഴിയും. ഒന്ന്, പ്രാക്ടീസ് മോഡ് ഉണ്ട്. ഇൻസ്റ്റൻറ്റ് റൈറ്റ് ഓർ റോങ് വിത്ത് ദി ഫുൾ റീസണിങ്, നോ ക്ലോക്ക്, ബെസ്റ്റ് ഫോർ ലേണിംഗ്. പഠിച്ചെടുക്കാനായിട്ട് ഇതാണ് നല്ലത്. ഒരു ടെൻഷനും വേണ്ട, ഒരു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നുമില്ല. നേരിട്ടൊരു ചോദ്യം വരും, ആൻസർ ചെയ്യുക, സമയമൊന്നും വിഷയമല്ല. അത് കഴിഞ്ഞ് എക്സ്പ്ലനേഷൻ കാണാം, പഠിക്കാം, അടുത്തതിലേക്ക് പോവാം, ഒരു ടെൻഷനും ഇല്ല. രണ്ടാമത് 60 സെക്കൻഡ് ബ്ലിറ്റ്സ്, 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചലഞ്ചാണത്. അതൊക്കെ നമുക്ക് നോക്കാം, രസമാണ്. അത് കഴിഞ്ഞ് സർവൈവൽ മോഡ് ഉണ്ട്. സർവൈവൽ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, 3 തവണ വരെ തെറ്റിക്കാം, അതായത് 3 ക്വസ്റ്റ്യൻ വരെ തെറ്റിക്കുക, അപ്പോൾ സ്റ്റോപ്പ് ആവും. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ വരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ, ബോറിങ് മാറ്റുക, പഠിക്കാൻ ഇൻട്രസ്റ്റ് ആവട്ടെ. അതാണ് നമ്മുടെ PYQ ITI ഡിപ്ലോമ BTech ബണ്ടിൽ ഈ ബുക്കിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സിവിലിസി യൂട്യൂബ് ചാനലിൽ. എല്ലാ ഫീച്ചറുകളെയും കുറിച്ച് ചെറിയ രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ ഫീച്ചറുകൾ എടുത്തെടുത്ത് പറയുന്ന വീഡിയോകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിൽ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ. നോക്കൂ, ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നതുപോലെ എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട് കേട്ടോ. പ്രത്യേകമായിട്ട് സബ്ജക്റ്റ് വൈസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് മാത്രമല്ല, ഒത്തിരി ഫീച്ചേഴ്സ് വേറെയുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ITI ലെവലാണ്. ഡിപ്ലോമ ലെവൽ വേറെയുണ്ട്, BTech ലെവൽ വേറെയുണ്ട്. എല്ലാം ഉണ്ട്. സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. പ്രാക്ടീസ് മോഡ്, 60 സെക്കൻഡ് ബ്ലിറ്റ്സ് മോഡ്, സർവൈവൽ മോഡ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. വളരെ കുറഞ്ഞ സമയം മാത്രമൊക്കെ ഉള്ളവർ 10 ക്വസ്റ്റ്യൻ ഇട്ടുള്ളത് ചെയ്യാം. സമയമുള്ളവർക്ക് 20 ക്വസ്റ്റ്യൻ ചെയ്യാം. വെറുതെ ഇരിക്കുന്നവർക്ക് 50 ക്വസ്റ്റ്യൻ വരെ ചെയ്തു പോകാം. ഞാൻ പലപ്പോഴും മടി ഉള്ള ആളാണ്. അതുകൊണ്ട് 20 ക്വസ്റ്റ്യൻ വരെയൊക്കെ പോകുമായിരിക്കും. പക്ഷെ തൽക്കാലം 10 ക്വസ്റ്റ്യൻ മതി അല്ലേ? നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ആദ്യം 10 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ബോറടിക്കൊന്നുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇനി വൈകിക്കുന്നില്ല, നമ്മൾ തുടങ്ങാം. എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടോ? ഒപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ ഏതാണെന്നുള്ളത്, ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നൊന്ന് പെട്ടെന്ന് ഇട്ടേക്ക് കേട്ടോ. ഞാനിത് പഠിച്ചിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്, ചുമ്മാ ഈ ഫീച്ചറൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ തെറ്റുകളുണ്ടാവും, തെറ്റട്ടെ. നമുക്കത് എവിടെ വരും? മിസ്റ്റേക്ക് ബുക്കിൽ വന്ന് കിടക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് പേടിക്കാനുണ്ടോ? ഇല്ല, തെറ്റണമെങ്കിൽ തെറ്റട്ടെ, ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് റൗണ്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഓക്കെ, നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ചുമ്മാ കാണിച്ചിരിക്കുകയല്ല. ഇത് 2022 034 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പ്രകാരം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുവരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ദി ആവറേജ് വാല്യൂ ഓഫ് സ്റ്റെയർ വിഡ്ത്ത് എത്രയാണ്? ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പല ബുക്കുകളിൽ 800 എന്ന് കാണാറുണ്ട്, 900 കാണാറുണ്ട് അല്ലേ? പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ തെറ്റുമോ എന്നൊരു ഭയം എനിക്കില്ലാതില്ല. തെറ്റണമെങ്കിൽ തെറ്റട്ടെ, എന്തപ്പോൾ വരാനുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുകയാണ്. 900 എന്ന് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അത് കറക്റ്റായിട്ടുണ്ട്, ഭാഗ്യത്തിന് അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ 900 mm തന്നെയാണ്. NBC ഡിറൈവ്ഡ് തമ്പ് റൂൾസ് ഗിവ് അബൌട്ട് 900 mm ആസ് ദി സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ സ്റ്റെയർ കേസ് വിഡ്ത്ത്. NBC അനുസരിച്ച് കൃത്യമായിട്ടും 900 mm തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കിതിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആൻസർ ലുക്സ് റോങ് റിപ്പോർട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ഒന്ന് ഫില്ല് ചെയ്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം ഞാനത് പരിശോധിക്കും. എന്നിട്ട് തിരുത്തേണ്ടതാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തിരുത്തും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റിപ്ലൈ ഞാൻ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സന്തോഷമായി, ആദ്യത്തെ ക്വസ്റ്റ്യൻ റെഡി ആയില്ലേ? നിങ്ങൾക്കും റെഡിയായോ? അടുത്തത്, വിച്ച് വിൻഡോ ഈസ് പ്രൊവൈഡഡ് നിയർ ദി ടോപ്പ് ഓഫ് മെയിൻ റൂഫ്? അത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ക്ലെറസ്റ്റോറെ വിൻഡോ ആണ് അല്ലേ? നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കൊടുക്കുക അല്ലേ? അത് തന്നെയല്ല ഉദ്ദേശിച്ചത്. വിച്ച് വിൻഡോ ഈസ് പ്രൊവൈഡഡ് നിയർ ദി ടോപ്പ് ഓഫ് ദി മെയിൻ റൂഫ്. അത് തന്നെയാണ്, വേറെ ഒന്നും സാധ്യതയില്ല.
അത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദി വെർട്ടിക്കൽ മെമ്പർ ഓഫ് മെറ്റൽ ഓർ വുഡ് സപ്പോർട്ടിംഗ് ദി ഹാൻഡ് റെയിൽ ഓഫ് എ സ്റ്റെയർ. ബാലിസ്റ്റർ അല്ലേ? ബാലിസ്റ്ററാണ്, ബാലിസ്റ്റർ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദി നമ്പർ ഓഫ് ഡെല്ലിങ് യൂണിറ്റ്സ് ഇൻ എ റോ ഓഫ് ബിൽഡിംഗ് ഷാൾ നോട്ട് എക്സീഡ്. അല്ലേ? എത്രയാ? 10 ചെറിയൊരു ഓർമ്മയുണ്ട്, എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശരിയാണ്, 10 തന്നെയാണ് അല്ലേ? കേരള ബിൽഡിംഗ് റൂൾസ് കോമൺലി ക്യാപ് ദി നമ്പർ ഓഫ് ഡെല്ലിംഗ് യൂണിറ്റ്സ് പെർമിറ്റഡ് ഇൻ എ കണ്ടിന്യൂസ് റോ ഹൗസിംഗ് അറ്റ് 10 വിത്തൗട്ട് ആൻ ഇൻ്റർവെനിങ് ഗ്യാപ്പ്. കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലേ? പഠിച്ചേ പറ്റൂ. മാച്ച് ലിസ്റ്റ് 1 എന്താണെന്ന് നോക്കാം. ടു മാച്ച് ദി ടേംസ് വിത്ത് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇത് വായിച്ചെടുക്കാനൊക്കെ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇറിറ്റേഷനാണ് അല്ലേ? ഇത് എങ്ങനെ ചെയ്യും? പക്ഷേ ശ്രദ്ധാപൂർവ്വം പഠിച്ചേ പറ്റൂ. അപ്പോൾ 1 ബാറ്റൺസ് എന്ന് പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദി ഈവ്സ്, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഡയഗണലി. മൂന്നാമത്തത് റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഫ്രം ഹിപ്പ് ടു ദി വാലി. 4 മെമ്പേഴ്സ് നെയിൽഡ് ടു ദി റാഫ്റ്റേഴ്സ് ടു ഗിവ് സപ്പോർട്ട് ഫോർ ദി റൂഫ് കവറിംഗ് മെറ്റീരിയൽ. 5 വായിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ശരിയാണ്. അപ്പോൾ ബാറ്റൺ എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം അത് എന്താണെന്ന് ഒന്ന് കണ്ടേക്കുക. കോമൺ റാഫ്റ്ററിൻ്റെ മുകളിലാണ് അത് വെക്കുന്നത്. റൂഫ് മെറ്റീരിയൽ കവറിംഗ് മെറ്റീരിയൽസ് അതിൻ്റെ മേലെയാണ് വെക്കുക. അത് മനസ്സിൽ വെച്ചിട്ട് വേണം വായിച്ച് നോക്കാൻ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദി ഈവ്. ഡയഗണലി അല്ല എന്തായാലും, അപ്പോൾ അതല്ല. രണ്ടാമത്തത് റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു അതർ കോർണേഴ്സ് ഓഫ് ദി വാൾ, അപ്പോൾ അതുമല്ല. മൂന്നാമത്തത് റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഫ്രം ഹിപ്പ് ടു ദി വാലി, അതുമല്ലല്ലോ. മെമ്പേഴ്സ് നെയിൽഡ് ടു ദി റാഫ്റ്റേഴ്സ് ടു ഗിവ് സപ്പോർട്ട് ഓഫ് ദി റൂഫ് കവറിംഗ് മെറ്റീരിയൽ. ശരിയാണ്, നാലാമത്തതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് നാലാമത്തതാണ് വരിക. അപ്പോൾ സിയും ഡിയും ഓപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എയും ബിയും പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി രണ്ടാമത്തെയും കൂടെ നോക്കിയാൽ ഏറെക്കുറെ തീരുമാനമാകും. പർലിൻ എന്താണ് എന്നുള്ളതാണ്. പർലിൻ കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിനടിയിൽ കൊടുക്കുന്നൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1 റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഡയഗണലി ഫ്രം ദി റിഡ്ജ് ടു ദി ഈവ്സ് അല്ല. 2 റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദി കോർണേഴ്സ് അല്ല. 3 റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഫ്രം ഹിപ്പ് ടു വാലി അല്ല. 4 മെമ്പേഴ്സ് നെയിൽഡ് ടു ദി റാഫ്റ്റേഴ്സ് ടു ഗിവ് സപ്പോർട്ട്, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. 5 മെമ്പേഴ്സ് സപ്പോർട്ടഡ് ബൈ ട്രസ് ഓർ വാൾ ആൻഡ് ആർ സപ്പോർട്ടഡ് ടു സപ്പോർട്ട് ദി കോമൺ റാഫ്റ്റേഴ്സ്, അതാണ് ശരി. അപ്പോൾ 5 വരിക. രണ്ടാമത്തെ 5 വരിക. സിയിലും ഡിയിലും നോക്കിയാൽ അത് രണ്ടും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞില്ല. അപ്പോൾ മൂന്നാമത്തെ നമ്മളെ കൊണ്ട് റെഡിയിപ്പിക്കുക. മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ഹിപ്പ് റാഫ്റ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹിപ്പ് റാഫ്റ്റേഴ്സ് എന്താണെന്നുള്ള അറിയാലോ. ആ റിഡ്ജിൽ നിന്ന് ഈ കോർണറിലേക്ക് വരുന്ന ഒരു സംഭവമാണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദി ഈവ്സ്. ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദി ഈവ്സ് ശരിയാണ്, റിഡ്ജിൽ നിന്ന് ഈവിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ അത് അങ്ങനെയാണോ? 2 റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദി കോർണർ ഓഫ് ദി വാൾ. കറക്റ്റ്, അതാണ് കോർണർ ഓഫ് ദി വാളിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തത് റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഫ്രം ഹിപ്പ് ടു ദ വാലി. അങ്ങനെയല്ല, ഹിപ്പ് ടു ദ വാലി ഒന്നുമല്ല. അടുത്ത 2 അല്ല. അപ്പോൾ ഇതിലേതപ്പോൾ നമ്മൾ പറഞ്ഞ് രണ്ടാമത്തത് അല്ലേ? രണ്ടാമത്തത് ആവാനാണ് സാധ്യത. അപ്പോൾ നോക്കാം, മൂന്നാമത്തെ രണ്ടാമത്തെ. അപ്പോൾ ഓപ്ഷൻ സി ആവാനാണ് സാധ്യത എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് ഉറപ്പൊന്നുമില്ല, നമുക്ക് നോക്കാം. കണ്ടോ, കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ട കുറച്ച് സമയം എടുത്ത് തന്നെ അത് ശ്രദ്ധാപൂർവം ചെയ്താൽ മതി. അല്ല തിരക്ക് പിടിച്ചു പോയാൽ ഒരു കാര്യമില്ല. ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ഇതുവരെ നമ്മളൊന്നും തെറ്റിയിട്ടില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്തൊരു യെല്ലോ കളറിൽ കാണുന്നുണ്ട്. PSC ആസ്ക്ഡ് ദിസ് 2x 2 തവണയെങ്കിലും ഇത് ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നോക്കാം. ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് സ്റ്റെയർ വിത്ത് ദി ഫ്ലോർ. പിച്ച് അല്ലേ? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ അത്. അടുത്തത് ദി പ്രോസസ് ഓഫ് ജോയിനിങ് 2 വുഡൻ മെമ്പേഴ്സ് അറ്റ് ആൻ ആംഗിൾ ഈസ് കോൾഡ്. 2 വുഡൻ മെമ്പേഴ്സ് ഒരു ആംഗിളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയുക? മിറ്ററിങ് അല്ലേ? മിറ്ററിങ് ആണ് വരിക. ശരിയാണ്, മിറ്ററിങ് കറക്റ്റാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. 7 ഇൻ എ റോ. നോക്കിയേ, ഇവിടെ തീയൊക്കെ വന്നിട്ടുണ്ട്. തുടർച്ചയായിട്ട് 7 ക്വസ്റ്റ്യൻ ശരിയാക്കി എന്നാണ് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് ശരിയായോ 7 ക്വസ്റ്റ്യനൊക്കെ? നിങ്ങൾക്ക് 10 ശരിയാവും, എനിക്ക് ഉറപ്പാണ്. എ പീസ് ഓഫ് ബ്രിക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് വെർട്ടിക്കൽ ജോയിൻറ്റ് ഇൻ എ ബ്രിക്ക് മേസണറി. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. എ പീസ് ഓഫ് ബ്രിക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് വെർട്ടിക്കൽ ജോയിൻറ്റ് ഇൻ എ യെസ്. അപ്പോൾ അത് ഏതാണ് വരിക? ക്ലോസർ. ഒരു സംശയം വേണ്ട, ക്ലോസറാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8 ഇൻ എ റോ. ഇത് 10 ആക്കണം എന്നാണ് ആഗ്രഹം.
ടൂൾ യൂസ്ഡ് ഫോർ ത്രെഡിങ് പൈപ്പ്. പൈപ്പിൽ ത്രെഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഡൈ അല്ലേ? ഡൈസ് ആണ്. കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണ്. അടുത്തതിലേക്ക് പോകാം. എ ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു സപ്പോർട്ട് വർക്ക്മെൻ മെറ്റീരിയൽസ് എക്സെട്ര. സിമ്പിളായിട്ടുള്ള ചോദ്യം, 2 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഷോറിങ് അല്ലേ? അല്ല, സ്കഫോൾഡിങ്. പെട്ടെന്ന് തെറ്റിട്ട് ആവേശം കൊണ്ട് തെറ്റിക്കണ്ട. സ്കഫോൾഡിങ് അല്ലേ? സ്കഫോൾഡിങ് ആണ്. അപ്പോൾ 9 ചോദ്യവും നമ്മുടെ റെഡി ആയിരിക്കും. അല്ല, 10ഉം കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞു. സി റിസൾട്ട്. എന്ത് രസമായിരിക്കും എൻ്റെ റിസൾട്ട് അല്ലേ? നോക്കാം. 100% അല്ല റെഡിയാണ്. 10ഉം ശരിയാണ്. ഇങ്ങനെയാണ് വരാം. റാങ്ക് 1 സോൺ. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് 1ാമത്തെ റാങ്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് ഫൗണ്ടേഷൻ തൊട്ട് തുടങ്ങും കേട്ടോ. ഇത് ഏറ്റവും കുറഞ്ഞ മാർക്കാണെങ്കിൽ ഫൗണ്ടേഷൻ, പിന്നെ അങ്ങനെ പല പല ലാഡറുകളുണ്ട്. അവസാനത്തെ ലാഡറാണ് റാങ്ക് 1 സോൺ. നിങ്ങൾക്ക് ഇതിലെത്താൻ കഴിയില്ലേ? ഒന്നും പേടിക്കണ്ട. ഈ PYQ ഇ ബുക്ക് നിങ്ങൾ വാങ്ങിച്ചോ. ഇപ്പോൾ ഓഫർ ഉണ്ട്. 1800 രൂപയ്ക്ക് ഒരു വർഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് 1800 രൂപ. 3600 വില. ഇപ്പോൾ 1800 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ഇതുപോലെ റാങ്ക് 1 സോണിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും എന്താണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 100% ആക്രോസി ഉണ്ട്. 100% മാർക്ക് ആഫ്റ്റർ 1/3 നെഗറ്റീവ് മാർക്കിംഗ്. ക്ലിയേഴ്സ് 43 ഓഫ് 43 റിയൽ ITA ലെവൽ ലിസ്റ്റ്. നമ്മൾ ITA ലെവൽ 43 പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ 43 കവർ ചെയ്യും. കാരണം 100 100 പിന്നെ എന്താണ് നോക്കാനുള്ളത്? എബവ് എവരി ITA ലെവൽ കട്ട് ഓഫ് ഓൺ റെക്കോർഡ്. നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ് അനുസരിച്ചുള്ള ഏതൊരു കട്ട് ഓഫ് മാർക്കിൻ്റെയും മുകളിലാണ് നമ്മുടെ ഈ മാർക്ക് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെ, ന്യൂ പേഴ്സണൽ ബെസ്റ്റ്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സ്ട്രോങ് റൗണ്ട് ആണ് അല്ലേ? ദിസ് ഈസ് ദി ലെവൽ ദാറ്റ് ക്ലിയേഴ്സ് എ റിയൽ കട്ട് ഓഫ്. കീപ് ദി സ്ട്രീക്ക് ഗോയിങ്. തുടർച്ചയായിട്ട് ഇങ്ങനെ പോട്ടെ എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ പോകാൻ ആഗ്രഹമില്ലേ? ഇനി ബുദ്ധിമുട്ടണ്ട. civilEasy.in സന്ദർശിക്കുക. ഇ ബുക്ക് എന്ന് പറഞ്ഞ സെഷൻ എടുക്കുക, പർച്ചേസ് ചെയ്യുക. ഒരു 1800 രൂപ അങ്ങ് പോട്ടേന്നേ. നമുക്ക് രസകരമായി നമ്മുടെ ഒഴിവ് സമയങ്ങൾ മൊബൈലിലോ ടാബിലോ കമ്പ്യൂട്ടറിലോ ഇനി ആൻഡ്രോയിഡ് TV-യിലൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ എന്താ പറയുന്നത് അറിയുമോ? പ്ലേ അഗെയിൻ. ഒരിക്കൽ കൂടെ അടുത്ത 10 ക്വസ്റ്റ്യൻ ചെയ്യണോ? അങ്ങനെ വേണമെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ല ബാക്ക് പോകണമെങ്കിൽ നമുക്ക് ബാക്ക് പോകാം. നമുക്ക് ബാക്ക് പോയാലോ? ബാക്ക് പോകാം. ബാക്ക് പോയിട്ട് അടുത്തത് എന്താ നോക്കാം. എന്താണ്? 60 സെക്കൻഡ് ബ്ലിറ്റ്സ്. 60 സെക്കൻഡ് സമയത്തിൽ എത്ര ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിക്കത് പറ്റില്ല കേട്ടോ. എനിക്ക് സമയമെടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ. തിരക്ക് പിടിച്ച് ചെയ്താൽ എൻ്റെ തെറ്റാറുണ്ട്. എന്നാലും ഒന്ന് ട്രൈ ചെയ്തേക്കാം. എന്താണ് ഈ ഫീച്ചർ എന്നൊന്ന് മനസ്സിലാക്കണ്ടേ? യെസ്, അവർ 20 ക്വസ്റ്റ്യൻ ഇട്ട് വയ്ക്കാം. 10 ക്വസ്റ്റ്യനുകൾ കൂടുതലൊക്കെ ചെയ്യാൻ പറ്റിയാലോ അല്ലേ? സ്റ്റാർട്ട് കൊടുക്കട്ടെ. നിങ്ങളും എൻ്റെ ഒപ്പം അതിവേഗത്തിൽ പോകാൻ റെഡിയാണോ? തെറ്റാൻ പാടില്ല. സ്പീഡ് മാത്രം പോരാ, ആക്യുറസിയും വേണം. ഓക്കെ, ദി പീസ് ഓഫ് ബ്രിക്ക് കട്ട് വിത്ത് ഇറ്റ്സ് 1 കോർണർ ഈക്വലന്റ് ടു ഹാഫ് ദി ലെങ്ത് ആൻഡ് ഹാഫ് ദി വിഡ്ത്ത് എന്ന് പറയുമ്പോൾ കിങ് ക്ലോസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദി പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ റെക്ടാങ്കുലർ റിസസ് ഓൺ ദി എഡ്ജ് ഓഫ് എ ടിമ്പർ പീസ് സോ ആസ് ടു റിസീവ് അനദർ സിമിലർലി കട്ട് ടിമ്പർ പീസ്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൗസിങ് അല്ലേ? ഹൗസിങ്. യെസ്, ഹൗസിങ്. അത് തെറ്റിയുണ്ട് കേട്ടോ. പെട്ടെന്ന് തെറ്റിയുണ്ട്. എന്തായാലും ആവട്ടെ. ദി ഹോറിസോണ്ടൽ മെമ്പേഴ്സ് യൂസ്ഡ് ടു സപ്പോർട്ട് എ കോമൺ റാഫ്റ്റേഴ്സ് ആൻഡ് പ്ലേസ്ഡ് ഓൺ പ്രിൻസിപ്പൽ റാഫ്റ്റർ പർലിൻ. വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് ബ്രിക്ക് ലെയേഴ്സ് സ്കഫോൾഡിംഗ് ആർ കോൾഡ് സ്റ്റാൻഡേർഡ്സ്. യെസ്. ദി വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ് വൗസിയർ. വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡഡ് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് ഡോർ ഓർ വിൻഡോ അറ്റ് ഇറ്റ്സ് ടോപ്പ് ഈസ് നോൺ ആസ്. അതിനെന്താ വിളിക്കുക? ഫാൻ ലൈറ്റ് എന്നാണോ? അതെ. ഇൻ കേസ് ഓഫ് ഫ്ലെക്സിബിൾ ഹാക്സോ ബ്ലേഡ് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? നമ്മുടെ സമയങ്ങളിൽ ദി ഫുൾ ലെങ്ത് ഓഫ് ബ്ലേഡ് ആർ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ദി ഫുൾ ലെങ്ത് ഓഫ് ബ്ലേഡ് ബിറ്റ്വീൻ ദി പിൻസ് ഈസ് ഹാർഡൻഡ്. ഫ്ലെക്സിബിൾ ഇതറിയില്ല. പോയി 5 ക്വസ്റ്റ്യനാണ് നമുക്ക് 1 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ കഴിഞ്ഞു. ഇത് പ്രാക്ടീസ് ചെയ്ത് വന്നാലുണ്ടല്ലോ നമ്മൾ അത്ഭുതമാവും. 5 പിന്നെ 6 ആവും, അത് 8 ആവും, 10 ആവും, 12 ആവും, 15 ആവും. നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ഇടും എന്നുള്ളതാണ്. ഇതിനകത്ത് സ്ട്രീക്ക് തുടർച്ചയായിട്ട് നമുക്ക് 4 എണ്ണമാണ് കിട്ടിയത്. 1 എണ്ണം തെറ്റിയിട്ടുണ്ട്. ടോപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ടോപ്പ് ലിസ്റ്റ് കഴിഞ്ഞിട്ടാണ് റാങ്ക് 1ലേക്ക് എത്തേണ്ടത്. അതിൻ്റെ തൊട്ട് താഴെയാണ്. നമുക്ക് റാങ്ക് 1 ഒന്നും കിട്ടില്ല. കാരണം എന്താ? 1 നമ്മൾ തെറ്റിച്ചില്ലേ. 83% ആക്രോസി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 43 റിയൽ ITA ലെവൽ പേപ്പറിൽ 33 എണ്ണം നമ്മൾ ക്ലിയർ ചെയ്യും ഈ മാർക്കാണെങ്കിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് QP3 2025 ക്ലോസ് ആയിട്ട് 78.33 ക്ലോസ് ആയിട്ടുണ്ട്. അതായത് ജസ്റ്റ് 1 മാർക്ക് കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ 3/2025 എന്ന് പറഞ്ഞ ഒരു പേപ്പറും കൂടെ ക്ലിയർ ചെയ്തേനെ. ആ 1 മാർക്കിൻ്റെ മൂല്യമാണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് എന്നർത്ഥം. ഓക്കെ, വാട്ട് യു മിസ്ഡ്? തെറ്റിയ ചോദ്യം ഇവിടെ ഉണ്ട് കേട്ടോ. ദി പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ റെക്ടാങ്കുലർ റിസസ് ഓൺ ദി എഡ്ജ് ഓഫ് എ ടിമ്പർ പീസ് സോ ആസ് ടു റിസീവ് അനദർ സിമിലർലി കട്ട് ടിമ്പർ പീസ് ഈസ് കോൾഡ് റിബാറ്റിംഗ് എന്നാണ് അതിനെ പറയുക. റിബാറ്റിംഗ് ഈസ് കട്ടിംഗ് ഓർ റെക്ടാങ്കുലർ സ്റ്റെപ്പ് ഓർ റിസസ് അലോങ് ദി എഡ്ജ് ഓഫ് എ ടിമ്പർ പീസ് ടു റിസീവ് എ മാച്ചിങ് പീസ്. സ്റ്റാൻഡേർഡ് കാർപ്പൻട്രി ജോയിന്റ്. അപ്പോൾ റിബാറ്റിംഗ് ആണ് ഇതിൻ്റെ ആൻസർ.
ആൻസർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രാക്ടീസ് മൈ വൺ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കൽ കൂടെ നമുക്കത് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ, ദി പ്രോസസ് ഓഫ് പ്രിപ്പയർ, തെറ്റിയ ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെ വീണ്ടും ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കതറിയാം റിബൈറ്റിംഗ് ആണെന്നറിയാം, അത് പിന്നീട് ചെയ്ത് നോക്കിയാലും മതി, പിന്നീട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് പോയി സർവൈവൽ റൗണ്ട് എന്താണെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം അല്ലേ. സർവൈവൽ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലൈഫ് ലൈൻ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. എത്ര എണ്ണം വരെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു ഗെയിം രസകരമാണ്, നമുക്ക് നോക്കാം. മോങ്ക് ബോണ്ട് ഈസ് റിലേറ്റഡ് ടു ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കണ്ടെയ്ൻസ് 1 ഹെഡർ ടു 2 സ്ട്രക്ചേഴ്സ്. അത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കറക്റ്റാണ്. അടുത്തിലേക്ക് പോവാം. ലൈൻ ആൻഡ് പിൻസ് ആർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദി കറക്റ്റ് അലൈൻമെൻറ്റ് ഓഫ് എ കോഴ്സ്. കറക്റ്റാണ്. അടുത്തത്, ദി റിഡ്ജ് ഫോംഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് 2 സ്ലോപ്ഡ് സർഫസ് ഹാവിംഗ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ ഹിപ്പാണ്. കറക്റ്റാണ്. അടുത്തതിലേക്ക് പോകാം. എൻഡ് സപ്പോർട്ട് ഓഫ് എ ബ്രിഡ്ജ് ഈസ് കോൾഡ് അബട്ട്മെൻ്റ് ആണ്. അടുത്തത്, വിച്ച് ടൈപ്പ് സ്റ്റെയർ ഈസ് സ്യൂട്ടബിൾ ഇഫ് ദി സ്പേസ് അവൈലബിൾ ഈസ് 2 × 2 മീറ്റർ. ആകെ 2 മീറ്റർ × 2 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഡോഗ് ലെഗ്ഡ് തന്നെയാണ് സൂട്ടാവുള്ളൂ. 2 മീറ്ററേ ഉള്ളൂ ആകെ. അപ്പോൾ ഡോഗ് ലെഗ്ഡ് ഒന്നും പറ്റില്ല. സ്പൈറൽ സ്റ്റെയർ കൊടുക്കേണ്ടി വരും. വേണ്ടേ? സ്പൈറൽ സ്റ്റെയർ കൊടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കാം. ശരിയാണ്, സ്പൈറൽ സ്റ്റെയർ കൊടുക്കണം. അടുത്തത്, വിച്ച് ഫൗണ്ടേഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസോലേറ്റഡ് ഫുട്ടിംഗ് ജനറലി പ്രൊവൈഡ് ഫോർ ഹെവിലി ലോഡഡ് സ്റ്റീൽ സ്റ്റാൻഡ്. കിട്ടി. സ്പെഷ്യലി ഇൻ ദോസ് ലൊക്കേഷൻ വെയർ ബെയറിംഗ് കപ്പാസിറ്റി. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ശരിയാണ്. അടുത്തത്, ഇൻക്ലൈൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ടു ആൻ അൺസേഫ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ എക്സ്റ്റേണലി ഈസ് കോൾഡ് റേക്കിംഗ് ഷോർ. അതെ, റേക്കിംഗ് ഷോർ. അടുത്തത്, ഡാഷ് പൈൽ ഈസ് യൂസ്ഡ് വെയർ തിൻ ബെയറിംഗ് സ്ട്രാറ്റം ഈസ് റീച്ച്ഡ് വിത്ത് റീസണബിൾ ഡെപ്ത്. ഡാഷ് പൈൽ ഈസ് യൂസ്ഡ് വെയർ തിൻ ബെയറിംഗ് സ്ട്രാറ്റം ഈസ് റീച്ച്ഡ്. അതേതാണ്? ഞാൻ മറന്നു ഇതൊക്കെ കേട്ടോ. ഡാഷ് പൈൽ ഈസ് യൂസ്ഡ് വെയർ തിൻ ബെയറിംഗ് സ്ട്രാറ്റം ഈസ് റീച്ച്ഡ് വിത്ത് റീസണബിൾ ഡെപ്ത്. അപ്പോൾ വിബ്രോ പൈലാണോ, സിംപ്ലക്സ് പൈലാണോ, മാക്കാർദർ പൈലാണോ, ഫ്രാങ്കി പൈലാണോ? ഞാൻ മറന്നു. തൽക്കാലം സിംപ്ലക്സ് പൈൽ അങ്ങ് കൊടുത്തേക്കാം അല്ലേ. ഇവിടെ 7 എണ്ണം തുടർച്ചയായിട്ട് കിട്ടിയതായിരുന്നു, അത് പോകുന്നതാണ്. പോയി. മാക്കാർദർ പെഡസ്റ്റൽ പൈലാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പഠിക്കാതെ മുന്നോട്ട് പോകരുത്. മാക്കാർദർ പെഡസ്റ്റൽ പൈൽസ് ഫ്രം എ വൈഡൻഡ് പെഡസ്റ്റൽ ബൾബ് അറ്റ് ദി ടോ ടു ബെയർ. അതിൻ്റെ വളരെ വൈഡൻഡ് ആയിട്ടുള്ള പെഡസ്റ്റലാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് തിൻ ബെയറിംഗ് സ്റ്റാറ്റത്തിൽ റീസണബിൾ ഡെപ്തിൽ കാണുകയാണെങ്കിൽ അത് സൂട്ടബിൾ ആണ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ആ തെറ്റ് നമ്മളിപ്പോൾ പഠിച്ചു. അത് നമുക്ക് നോക്കാം. അടുത്തതിലേക്ക് പോകാം. ഇനി 2 ലൈഫ് ലൈനും കൂടി ഉള്ളൂ കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ഷെൽഫ്സ്. ഷെൽഫുകൾ ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ജോയിൻ്റ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹാവിങ് ജോയിൻറ്റ്, സ്കാഫ് ജോയിൻറ്റ്, ഹൗസിംഗ് ജോയിൻറ്റ്, ബ്രിഡിൽ ജോയിൻറ്റ്. രക്ഷയില്ല, അത് പോയി. അടുത്ത ലൈഫ് ലൈൻ ഇപ്പോൾ നമ്മൾ കളയാണ്. ഞാൻ തൽക്കാലം ഹൗസിംഗ് ജോയിൻറ്റ് വേണ്ട, ഹാവിങ് ജോയിൻറ്റ് കൊടുക്കുക അല്ലേ. ഹൗസിംഗ് ജോയിൻ്റ് ആയിരുന്നു, മനസ്സുകൊണ്ട് പറഞ്ഞതാണ്, അത് കൊടുത്താൽ മതിയെന്ന്. പോയി. ആൻസർ ആസ് പബ്ലിഷ് ഇൻ കേരള PSC's ഒഫീഷ്യൽ ഫൈനൽ ആൻസർ കീഴിൽ ഇത് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹൗസിംഗ് ജോയിൻറ്റ്. വി ഹാവ് നോട്ട് യെറ്റ് പബ്ലിഷ്ഡ് ഓർ ഓൺ ഇൻഡിപെൻഡൻറ്റ് ഡിറൈവേഷൻ. ഇത് PSCയുടെ ഇതിനെ നമ്മൾ അങ്ങനെ വിശ്വസിച്ച് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അടുത്ത ഇതിലേക്ക് പോകാം. ഇനി ഒരെണ്ണം കൂടി കിട്ടാനുള്ളൂ. വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് ദി ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ. ഇൻറ്റീരിയർ ആംഗിൾ ഒരെണ്ണം കാണാനായിട്ടുള്ള ഫോർമുല. അപ്പോൾ n-2 × 180/n അല്ലേ വരിക. നമ്മൾ സാധാരണ 2n-4 ഇൻറ്റു റൈറ്റ് ആംഗിൾസ് എന്ന് പഠിക്കുക. അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഇത്. തന്നെയാണെന്ന് തോന്നുന്നു. കറക്റ്റാണ്, അത് തന്നെയാണ്. ഫോർ ഡയമെൻഷനിങ് ദി ലെങ്ത് ഓഫ് എറോ ഹെഡ് 3 ടൈംസ് ദി ഡെപ്ത്. ശരിയാണ്. അടുത്ത ഒരു തെറ്റിൽ ഇത് അവസാനിക്കും കേട്ടോ. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ വരെ എത്തി എന്നുള്ളത് ഒരു 11ാമത്തെ ക്വസ്റ്റ്യൻ വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. എ ബ്രിക്ക് മോൾഡഡ് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ ഈസ് ടേംഡ് ആസ് റൗണ്ടഡ്. ബുൾനോസ് അല്ലേ. 2 സ്ഥലത്തേക്ക് വരുമ്പോൾ കൗനോസ് ആവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ തന്നെയല്ലേ, ബുൾനോസാണെന്ന് തോന്നുന്നു. ബുൾനോസ് ശരിയാണ്. കുറേയൊക്കെ ആയിട്ട് മറന്നു പോവാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ PYQ ബുക്ക് വാങ്ങിച്ചോളൂ. വെറും 1800 രൂപയ്ക്ക് ഇപ്പോൾ ഈ ആഗസ്റ്റ് മാസത്തിൽ കിട്ടും. അത് കഴിഞ്ഞാൽ 3600 ആവും. അപ്പോൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്തി വാങ്ങിക്കുക. ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒത്തിരി ഫീച്ചറുകളുണ്ട്. ഫീച്ചറുകൾ എണ്ണിയാൽ തീരില്ല. ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്ത് ജസ്റ്റ് എല്ലാ ഫീച്ചറും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ, പക്ഷേ 1 മണിക്കൂർ ലെങ്ത് ഉണ്ട് ആ വീഡിയോ. ഓക്കെ, അടുത്ത ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. വിച്ച് ആർച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് 2 കർവ്സ് മീറ്റിംഗ് അറ്റ് ദി അപ്പെക്സ് ഓഫ് എ ട്രയാങ്കിൾ. പോയിൻറ്റഡ് ആർച്ച് ആയിരിക്കും. പോയിൻറ്റഡ് ആർച്ച് ഉണ്ടോ. നമ്മൾ 13 ക്വസ്റ്റ്യൻ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത്,
വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദി സിറ്റി ഓഫ് 1000 മിനറേറ്റ്സ്? 1000 മിനറേറ്റ്സ്. കെയ്റോ, ജെറുസലേം, മെക്കയാണോ മദീനയാണോ? എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരുണ്ടാവും, കമൻറ്റ്. മെക്കയാണോ? കെയ്റോ, ഈജിപ്ത്. സിറ്റി ഓഫ് 1000 മിനറേറ്റ്സ്. കെയ്റോ ആയിരുന്നു അല്ലേ? 11 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റി. 3 ലൈഫ് ലൈനോട് കൂടെ ഇതിങ്ങനെ കൂട്ടി വരും നമ്മൾ. ചിലർ 20 ആവും, 25 ആവും, 30 ആവും, 35 ആവും. നിങ്ങളുടെ ബെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. എനിക്ക് ഇത്ര വരെ എത്താൻ കഴിഞ്ഞു, വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയക്കുക. നമ്മുടെ ബെസ്റ്റ് സ്ട്രീക്ക് 7 ക്വസ്റ്റ്യൻ വരെ നമ്മൾ തെറ്റാതെ പിടിച്ചു നിന്നു. പിന്നെയാണ് നമുക്ക് 3 തെറ്റ് വന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ലിസ്റ്റ് സോണിൽ വന്നിട്ടുണ്ട് ഈ മാർക്ക് വെച്ചിട്ട്. പോരാ, അത് കഴിഞ്ഞാൽ ടോപ്പ് ലിസ്റ്റിൽ വരണം, അത് കഴിഞ്ഞാൽ റാങ്ക് 1 സോണിൽ വരണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, ഞാൻ ഉൾപ്പെടെ. റെഡിയാണോ നിങ്ങൾ? എങ്കിൽ ഇത് അങ്ങ് ഉപയോഗിച്ചോളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളോട് പറയാണ്, നമ്മളെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമായിട്ടുള്ള മാജിക്കലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് PYQ ITI ഡിപ്ലോമ BTech ബണ്ടിൽ ഇ ബുക്ക് എന്ന് പറയുന്നത്. civilisi.in അങ്ങ് കയറുക, ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ സെക്ഷൻ എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും കഴിയും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് എന്നോട് ചോദിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്തെ. അപ്പോൾ വരും വീഡിയോകളിൽ അടുത്തടുത്ത ഫീച്ചേഴ്സുമായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായിട്ട് പഠിക്കാനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, ബൈ.